ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UK വേഴ്സസ് ഓസ്ട്രേലിയയുടെ ഒരു ചെറിയൊരു കമ്പാരിസൺ ആണ്. ഇപ്പം ഞാൻ UK-യിൽ ഒരു 2.25 വർഷത്തോളം വർക്ക് ചെയ്തായിരുന്നു. ഇപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നിട്ടൊരു 2.5 കൊല്ലത്തോളമായി. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ കമ്പാരിസൺ ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം. കാരണം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് അല്ലാണ്ട് ഇപ്പം എനിക്ക് എല്ലാവരെയും കൂടിയുള്ള അഭിപ്രായങ്ങൾ എനിക്കിവിടെ പറയാൻ പറ്റത്തില്ല. അപ്പം ഞാനിതുവരെ എക്സ്പീരിയൻസ് ചെയ്ത 2 സ്ഥലത്തും എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ, അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റോമിംഗ് റിപ്പോർട്ട്സ്. അപ്പോൾ ഞാനിപ്പോൾ UK-യിൽ വർക്ക് ചെയ്തിരുന്നത് ലെസ്റ്റർ എന്ന് പറയുന്നൊരു സ്ഥലത്തായിരുന്നു. അവിടെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ് ഓഫ് ലെസ്റ്ററിൻ്റെ റീനൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്തത്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് മെൽബണിൽ ആൽഫ്രഡ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റലിൽ, അവിടെയും റീനൽ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാനിവിടേക്ക് മൂവ് ചെയ്യാനുണ്ടായ മെയിൻ കാരണം എന്ന് പറയുന്നത് സാലറിയാണ്. ഞാൻ മാത്രമായിരിക്കത്തില്ല, ഒരു 90% നഴ്സസും മെയിനായിട്ട് സാലറിയിലുള്ളൊരു ഹൈക്ക് കാരണം തന്നെയാണ് UK-യിൽ നിന്ന് മെയിനായിട്ട് ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സാലറീനെ കുറിച്ച് കമ്പയർ ചെയ്തപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് എക്സ്പീരിയൻസിനനുസരിച്ചാണ് ഓസ്ട്രേലിയയിൽ സാലറി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ലൈക്ക് വിക്ടോറിയ സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ ആണ് നമ്മുടെ ഇത് വരുന്നത് ഹോസ്പിറ്റൽ. അപ്പോൾ അവരുടെ പേ സ്കെയിലാണ് ഞങ്ങൾക്ക്. അപ്പോൾ ആ പേ സ്കെയിൽ പ്രകാരം ഞങ്ങളുടെ ഇപ്പോൾ അവർലി റേറ്റ് എന്ന് പറയുന്നത് $52 ഓസ്ട്രേലിയൻ ആണ് പെർ അവർ നമുക്ക് ഇത് ബേസിക് പേ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് UK-യിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു 2022-ലാണ് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തത്. അന്ന് എനിക്ക് സാലറി $13 ആയിരുന്നു. ഞാൻ ബാൻഡ് 5 ആയിട്ടാണ് വർക്ക് ചെയ്തത്. ഇവിടെ സെയിം ബാൻഡ് 5-ൻ്റെ തന്നെ സെയിം പൊസിഷൻ, ലൈക്ക് ഇവിടെ പറയുക ഗ്രേഡ് 2 എന്നാണ് പറയുക. ആ ഒരു പൊസിഷനിൽ തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. UK-യിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ച് സാലറി കൊടുക്കുന്ന ഹോസ്പിറ്റൽസ് വളരെ വിരളമായിട്ടേ ഉള്ളൂ. പക്ഷേ ഇവിടെ മെജോറിറ്റിയും നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ചാണ് നമുക്ക് സാലറി തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ UK-യിൽ വെച്ച് ലാസ്റ്റ് കിട്ടിയത് $13 ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ നല്ലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു, ഓൾമോസ്റ്റ് ഡബിളായിട്ട് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട്, UK-യിലുള്ളൊരു ഫ്രണ്ട്, അവനായിട്ട് ഞാൻ അവിടുത്തെ സാലറി ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു, ഇവിടുത്തെ സാലറി ആയിട്ടൊന്ന് കമ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ അവൻ പറഞ്ഞത് ലൈക്ക് അവിടെ ബാൻഡ് 5-ന് ഇപ്പോൾ കിട്ടുന്നത് ഒരു $15 to $17 പൗണ്ട്സ് വരെയാണ് സാലറി ആയിട്ട് കിട്ടുന്നതാണ് പറഞ്ഞത് പെർ അവർ. ഇവിടെ ഞങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് കിട്ടുന്നത് $52 ആണ്. ഞാനപ്പോൾ അതൊരു പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ നിയർലി ഒരു 25 പൗണ്ട്സ് വരുന്നുണ്ട് സാലറി. അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവൻ ബാൻഡ് 6 ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, എന്നിട്ട് അവന് കിട്ടുന്നത് ഓൾമോസ്റ്റ് 19 പൗണ്ട്സ് ആണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ബാൻഡ് 5-ന് എൻ്റെ സാലറി എന്ന് പറയുമ്പോൾ ടോപ്പ് സാലറിയാണ് ഈ ഗ്രേഡ് 2 പൊസിഷനിൽ. എനിക്ക് തോന്നുന്നു UK-യിൽ ഒരു ബാൻഡ് 7, ബാൻഡ് 8-നൊക്കെ കിട്ടാവുന്ന ഒരു സാലറി നമുക്കിവിടെ ഈ ഒരു പൊസിഷനിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ലൈക്ക് ഇതിൻ്റെ മുകളിലേക്ക് പോയാൽ ആനുവം ആവാം, ഇത് അസോസിയേറ്റ് നേഴ്സ് യൂണിറ്റ് മാനേജർ ആവാം, പിന്നെ നേഴ്സ് മാനേജർ ആവാം. അങ്ങനെ കുറേ പൊസിഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സാലറി കൂടും. അപ്പോൾ മെയിനായിട്ടുള്ള റീസൺ അത് തന്നെയായിരുന്നു, മിക്കവരെയും റീസൺ അത് തന്നെയായിരിക്കും. അപ്പോൾ അതാണ് എനിക്ക് സാലറിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ ക്ലൈമറ്റാണ്. ഇപ്പോൾ UK-യിൽ നിന്ന് നഴ്സുമാർ ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള മറ്റൊരു റീസൺ ക്ലൈമറ്റ് തന്നെയാണ്. ഇപ്പോൾ UK എന്ന് പറയുമ്പോൾ ചെറിയൊരു രാജ്യമാണ്. അപ്പോൾ അവിടെ എന്താ പറയുക, ഒരുവിധം സ്ഥലങ്ങളിലും സെയിം ക്ലൈമറ്റ് തന്നെയാണ്. മോസ്റ്റ് ഓഫ് ദ ടൈംസും ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് നല്ല തണുപ്പ് തന്നെയായിരുന്നു. ഒരു കൊല്ലത്തിലൊരു എനിക്ക് തോന്നുന്നു ഒരു മാസമൊക്കെ ഉള്ളൂ ഒരു ചെറിയൊരു സമ്മർ ഫീല് നമുക്ക് അവിടെ കിട്ടുന്നത്. അല്ലാത്തപ്പോഴൊക്കെ അത്യാവശ്യം നല്ല തണുപ്പ് തന്നെയാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ വലിയ രാജ്യമാണ്, ഇന്ത്യയുടെക്കാളും 2 ഇരട്ടിയിലധികം വലുപ്പമുള്ള രാജ്യമാണ്, വലുപ്പത്തിൽ 6ാം സ്ഥാനത്ത്. അപ്പോൾ ഇവിടെ പലതരം ക്ലൈമറ്റുകളുണ്ട്. നമുക്കിപ്പോൾ ഓരോ സ്റ്റേറ്റിലേക്ക് ചെല്ലും തോറും ഇപ്പോൾ ലൈക്ക് കേരളത്തിലെ ക്ലൈമറ്റ് ഉണ്ട്, UK ക്ലൈമറ്റ് ഉണ്ട്, ലൈക്ക് മിഡിൽ ഈസ്റ്റിലെ ക്ലൈമറ്റ്, അങ്ങനെ എല്ലാ ക്ലൈമറ്റും നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ താമസിക്കുന്ന മെൽബണിലാണ്. ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് കമ്പാരിസൺ ചെയ്യുമ്പോൾ മെൽബണാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഏറ്റവും തണുപ്പുള്ള സ്ഥലം എന്നറിയപ്പെടുന്നത്. മെൽബൺ ആൻഡ് ടാസ്മാനിയ, ലൈക്ക് വിക്ടോറിയ സ്റ്റേറ്റ് ആൻഡ് ടാസ്മാനിയ. മെൽബണിൽ തണുപ്പെന്ന് പറയുമ്പോൾ ഒരു കൊല്ലത്തിലൊരു 3 മാസം ഒക്കെയാണ് ശരിക്കും തണുപ്പെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ലൈക്ക് ഒരു മെയ് ലാസ്റ്റോട് കൂടി, ഇപ്പോൾ ഈ ഒരു സമയത്തോടു കൂടി ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ 3 മാസങ്ങളിലാണ് തണുപ്പ് വരുന്നത്. ഞാനുള്ള ഏരിയ എന്നൊക്കെ പറയുമ്പോൾ മെൽബണിൻ്റെ വെസ്റ്റ് സൈഡാണ്, ലൈക്ക് മെൽബൺ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ മൈനസിലേക്ക് ഞാനിപ്പോൾ വന്നതിന് ശേഷം ലൈക്ക് ഈ ഒരു 2.5 കൊല്ലത്തിനിടയ്ക്ക് മൈനസിലേക്കൊന്നും ടെമ്പറേച്ചർ അങ്ങനെ പോയിട്ടില്ല. +1 അതുവരെയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ലൈക്ക് ഏർലി മോർണിംഗ് ആൻഡ് മിഡ് നൈറ്റിലാണ് ഒരു തണുപ്പെന്നെങ്കിലും നമുക്കൊരു ഡേ ടൈമൊക്കെ ആകുമ്പോഴേക്കും പതുക്കെ സണ്ണി ആവാൻ തുടങ്ങും. അപ്പോൾ ഒരു ടെമ്പറേച്ചറൊക്കെ ഒരു 16-17 ഡിഗ്രിയൊക്കെ വരും. ഇപ്പം ഞാൻ കുറച്ചടുത്ത് നോക്കിയപ്പോൾ 14 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു ലൈറ്റ് ജാക്കറ്റൊക്കെ ഇട്ടാൽ നമുക്ക് മാനേജ് ചെയ്യാവുന്ന ഒരു തരം ക്ലൈമറ്റാണ്. UK വെച്ച് നോക്കുമ്പോൾ അതൊരു ഫാർ ബെറ്റർ എക്സ്പീരിയൻസ് ആണ് പറയുമ്പോൾ. അപ്പോൾ അതാണ് നമുക്ക് ക്ലൈമറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങളാണ് മെയിനായിട്ട്
എല്ലാവരെയും UK നിന്ന് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അടുത്ത കാര്യത്തെക്കുറിച്ച് പറയുന്നത് എൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ആണ്. ഞാൻ UK ഈ പറഞ്ഞതുപോലെ നഴ്സായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ ഓസ്ട്രേലിയയിലും നഴ്സായിട്ട് തന്നെ വർക്ക് ചെയ്യാണ്. അപ്പോൾ UK വർക്ക് ചെയ്തിരുന്ന സമയത്തും അവിടുത്തെ പേഷ്യൻ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ 1:4 1:8 ഒക്കെ ആയിരുന്നു. ലൈക്ക് ഡേ ടൈമിൽ 1:4 പിന്നെ 1:8. അപ്പോൾ അവിടെ ഇപ്പോൾ നഴ്സുമാർ നല്ല ഷോർട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു. പക്ഷേ ഉള്ളവരെ കൊണ്ടൊക്കെ ജോലി എടുപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ എന്താ പറയുക, UK നല്ല തിരക്കായിരുന്നു. ജോലിയും കാര്യങ്ങളൊക്കെ നല്ല ബിസി ആയിരുന്നു. കാരണം ഞാൻ റീനൽ HDUലായിരുന്നു. അപ്പോൾ എനിക്ക് റീനൽ ഇൻപേഷ്യൻസിനെ നോക്കണം, പിന്നെ പ്ലസ് ഡയാലിസിസ് എല്ലാം കൂടിയൊക്കെ ചെയ്യണമായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടും റീനൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. പക്ഷേ ഇവിടെ ഡയാലിസിസ് വേറെ സെപ്പറേറ്റ് യൂണിറ്റ് ആണ്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇവിടുത്തെ വർക്കിലാണ് ഞാൻ വളരെ ഹാപ്പി. കാരണം അവിടുത്തെ അത്രയ്ക്കും വർക്ക് ലോഡ് ഇവിടെ വരുന്നില്ല. ഇവിടെ കുറച്ചുകൂടി കൂടുതൽ റിലാക്സ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു വർക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ കൊളീഗ്സ് ആണെങ്കിലും എല്ലാവരാണെങ്കിലും നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ലൈക്ക് ഇപ്പോൾ മെൽബണിലാണല്ലോ, സിറ്റി തന്നെയാണ് ഹോസ്പിറ്റൽ വരുന്നത്. അപ്പോൾ ഒരു മൾട്ടിനാഷണൽ കൊളീഗ്സ് ആണ് കൂടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ലൈക്ക് പറയുവാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഒരു എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു നഴ്സ് ഞാൻ തന്നെയേ ഉള്ളൂ. ഇന്ത്യൻസ് ഉണ്ട്, ലൈക്ക് ഗുജറാത്തീസ് ആൻഡ് പഞ്ചാബീസ് ഒക്കെ ഉണ്ട്. എല്ലാവരും നല്ല രീതിയിൽ നല്ലൊരു മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടി വർക്ക് ചെയ്യുന്നു. അപ്പോൾ വർക്ക് ലോഡ് ഞാൻ ഹാപ്പിയാണ്. പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് UK ആയിരുന്നപ്പോൾ 12 hours ഓപ്ഷൻസ് ഉണ്ട് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു 3-4 ദിവസമൊക്കെ മാക്സിമം വർക്ക് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ നമുക്ക് മെജോറിറ്റി ഹോസ്പിറ്റൽസും മെജോറിറ്റി ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ 8 hours ആണ് ഡ്യൂട്ടി. അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ 5 ദിവസം ജോലിക്ക് പോകണം. ഇപ്പം ഞാൻ താമസിക്കുന്നത് എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു 27 kilometer ഡിസ്റ്റൻസിലാണ്. വണ്ടി ഓടിക്കുമ്പോൾ ട്രാഫിക് ഇല്ലാത്തപ്പോഴാണെങ്കിൽ ഒരു 27 to 30 minutes എടുക്കും. ലൈക്ക് നല്ല റഷ് അവേഴ്സ് ആണെങ്കിൽ ഒരു 40-45 minutes ഒക്കെ എടുക്കുന്നുണ്ട്. കാരണം മെൽബൺ ആണ് ക്രൗഡഡ് സിറ്റിയാണ്. ഓസ്ട്രേലിയയിലെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സിറ്റിയാണ് മെൽബൺ. അപ്പോൾ അതിൻ്റെ ഒരു ട്രാഫിക് നമുക്ക് ഈ പീക്ക് അവേഴ്സിൽ ഫീൽ ചെയ്യും. ജോബ് വെച്ച് നോക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ ആണ്. അടുത്ത കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് നമ്മുടെ ഹൗസ് റെൻ്റ് ആണ്. UK ഹൗസ് റെൻറ്റും പിന്നെ ഇവിടെ ഓസ്ട്രേലിയയിലെ ഹൗസ് റെൻറ്റൊക്കെ പറയും. ലൈക്ക് ഇപ്പം മെൽബണിൻ്റെ വെസ്റ്റ് സൈഡ് മെൽബൺ എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 20 minutes ഡ്രൈവ് ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക്. ഞാനിവിടെ റെൻറ്റ് കൊടുക്കുന്നത് വെച്ചാൽ ഒരു $530 Australian ആണ്. ഇവിടെ വീക്ക്ലി ആണ് റെൻറ്റ് പറയുന്നത്. നമ്മൾ പേ ചെയ്യുന്നത് മന്ത്ലി ആണെങ്കിലും വീക്ക്ലി ആണ് ഇവിടെ നമ്മളൊരു വീടിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ റെൻറ്റൊക്കെ പറയാം. അപ്പോൾ $530 ആണ് എൻ്റെ ഹൗസിൻ്റെ റെൻറ്റ്. 3 bedroom, നല്ല ലാർജ് സ്പേഷ്യസ് വീടാണ്. ഞാനിത് നെക്സ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോയിൽ എൻ്റെ വീടിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ $530 Australian എന്നൊക്കെ പറയുമ്പോൾ ഒരു മന്ത്ലി ഒരു എനിക്ക് വരുന്നത് $2,300 Australian ആണ് നമ്മൾ മന്ത്ലി പേ ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യൻ റുപ്പി നിയർലി ഒരു 1,20,000 ഒക്കെ അടുത്താണ് ഇപ്പോൾ കാണിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട് UK ഒരു ഫ്രണ്ടായിട്ട് ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞത് അവൻ ലെസ്റ്ററിലാണ് താമസിക്കുന്നത്. അവൻ പറഞ്ഞ അവിടെ 2 bedroom ഹൗസിനൊക്കെ ഇപ്പോൾ ഒരു $850 to $950 എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പം ഞാൻ മെൽബൺ ഇത്രയ്ക്കും ടോപ്പ് സിറ്റിയിൽ വന്നിട്ടാണെങ്കിൽ പോലും എനിക്ക് ഇത്രയും റെൻ്റ് വരുന്നുള്ളൂ. പിന്നെ ഓസ്ട്രേലിയയുടെ ഗുണം എന്ന് വെച്ചാൽ ഇവിടെ കൂടുതൽ വീടുകളും 1-story ബിൽഡിങ്സ് ആണ്. ഇതൊരു എക്സ്പാക്ടർ ആണ്. പിന്നെ നല്ല സ്പേഷ്യസ് ആയിരിക്കും ഓസ്ട്രേലിയയിലെ വീടുകളൊക്കെ. കാരണം ഇത്ര വലിയ രാജ്യമാണ്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിക്ക വീടുകളും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. പിന്നെയും സിറ്റി ഏരിയയിലോട്ടൊക്കെ പോകുമ്പോഴാണ് നമുക്ക് വീടുകൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവുക. അവിടെയൊക്കെ കൂടുതൽ അപ്പാർട്ട്മെൻറ്റ്സ് ആയിരിക്കും. അവിടെയൊക്കെ ചെറിയ പറയുന്ന 1 bedroom അപ്പാർട്ട്മെൻറ്റ്സിനാണെങ്കിലും ഇപ്പം ഞാൻ ഈ വീടിന് കൊടുക്കുന്ന റെൻറ്റിൻ്റെ ഒക്കെ ഏകദേശം അടുത്ത് വരും. ലൈക്ക് ഇപ്പോൾ ഒരു ലണ്ടനിലൊക്കെ താമസിക്കുമ്പോഴുള്ള ചിലവും കാര്യങ്ങളില്ല, ഏകദേശം അതുപോലെയൊക്കെ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ നമുക്ക് കൗൺസിൽ ടാക്സ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. റെൻറ്റിന് വീടെടുത്തവർ കൗൺസിൽ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് ഹൗസ് ഓണർ തന്നെയാണ് അത് പേ ചെയ്യുക. അപ്പോൾ അത് തന്നെ നമുക്ക് വലിയൊരു സേവിങ്സ് ആണ് പറയും. ഇപ്പോൾ UK എൻ്റെ അറിവിലൊരു കൗൺസിൽ ടാക്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു £100 ആൻഡ് അതിന് മുകളിലേക്കൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അത് തന്നെ വലിയൊരു ബെനിഫിറ്റ് ആണ്. പിന്നെ മെയിനായിട്ട് നമുക്ക് ചിലവ് എന്ന് വെച്ചാൽ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വൈഫൈ അങ്ങനത്തെയൊക്കെ ആക്ച്വലി UK ആയിട്ട് വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വീട് റെൻറ്റ് കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ ടാക്സ് ആൻഡ് ടാക്സ് റിട്ടേൺസ്. ടാക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ കിട്ടുന്ന ലൈക്ക് ഒരു $100,000 ടാക്സ് എന്നൊക്കെ പറയുമ്പോൾ ബിറ്റ്വീൻ 30% ടാക്സ് ഒക്കെയാണ് നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ സെയിം സാലറി ലൈക്ക് ഇപ്പോൾ ഈ 100,000
ഡോളേഴ്സ് നമ്മൾ പൗണ്ട്സിലേക്ക് കൺവേർട്ട് ചെയ്താൽ ലൈക്ക് അവിടെ ടാക്സ് കൂടുതലായിരിക്കും UK ലൈക്ക് ഒരു നിയർലി 50%, 40 to 50% ഇടയിൽ ടാക്സ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ടാക്സ് കമ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും ഓസ്ട്രേലിയ തന്നെയാണ് ബെറ്റർ. പിന്നെ ഇവിടെ നമുക്ക് എല്ലാ വർഷവും ടാക്സ് റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് എല്ലാ വർഷവും നമുക്ക് ടാക്സ് റിട്ടേൺസിന് ഇത് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിന്നാണെങ്കിലും നമുക്കൊരു നല്ലൊരു എമൗണ്ട് എല്ലാ വർഷവും റിട്ടേൺ കിട്ടാറുണ്ട്. ലൈക്ക് എനിക്കിപ്പോൾ ലാസ്റ്റ് ഞാൻ 2 years ചെയ്തായിരുന്നു. 2 വർഷം എനിക്കൊരു $8,000 to $9,000 ടാക്സ് റിട്ടേൺസ് ആയിട്ട് ഗവൺമെൻറ് തിരിച്ച് പേ ചെയ്തായിരുന്നു. അത് നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്യണം. ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾക്ക് ചിലപ്പോൾ ഒരുപാട് പൈസ ടാക്സ് ഇല്ലാതെ കിട്ടിയിട്ടുണ്ടാവും മുന്നേ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പൈസ ടാക്സ് റിട്ടേൺസ് ആയിട്ട് കിട്ടാം. പക്ഷേ UK ആ സംവിധാനം ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. നിങ്ങൾ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആരെങ്കിലും ആയിട്ടൊന്ന് കൺസൾട്ട് ചെയ്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. ചിലവരൊക്കെ UK ജോബ് റിസൈൻ ചെയ്ത് പോരുന്ന സമയത്ത് ഇതുപോലെ ടാക്സ് റിട്ടേൺസിന് അപ്ലൈ ചെയ്ത് കിട്ടിയവരായിട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മാക്സിയ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അത് ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമുക്കിപ്പോൾ നമ്മുടെ ഓരോ എംപ്ലോയ്മെൻറ്റിനും നമുക്കൊരു ഇത്ര എമൗണ്ട് ടാക്സ് ഫ്രീ ആയിട്ട് നമുക്ക് ഇയർലി കിട്ടും. എനിക്കിപ്പോൾ ഒരു $10,000 ആണ് ഇയർലി എനിക്കൊരു മാക്സിയർ ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിൽ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഓരോ സാലറി വരുമ്പോഴും അതിൽ നിന്ന് ഒരു ഇത്ര എമൗണ്ട് ലൈക്ക് ഒരു നിയർലി $450 അവർ നമ്മുടെ ഗ്രോസിൽ നിന്ന് കട്ട് ചെയ്തിട്ട് അത് കഴിച്ചിട്ടാണ് നമ്മുടെ ടാക്സ് ഇത് ചെയ്യുക. എന്നിട്ട് ഈ പറയുന്ന $450 നമുക്ക് നെക്സ്റ്റ് ഡേ, അതായത് സാലറി വന്ന് നെക്സ്റ്റ് ഡേ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കും. അപ്പോൾ നമുക്ക് നിയർലി ഒരു $10,000 ടാക്സ് ഫ്രീ ആയിട്ട് വേറെയും കിട്ടുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഇപ്പോൾ മൾട്ടിപ്പിൾ എംപ്ലോയേഴ്സ്, ഇപ്പോൾ 2 എംപ്ലോയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ 10,000 എന്നുള്ളത് ഇയർലി $20,000 ടാക്സ് ഫ്രീ ആയിട്ട് അങ്ങനെയും കിട്ടുന്നുണ്ട്. അപ്പോൾ അതും ഒരു നല്ലൊരു ബെനിഫിറ്റ് ആണ് ഞാൻ നോക്കിയിട്ട് ഇവിടെ ഓസ്ട്രേലിയയിൽ. ഇനി അടുത്ത കാര്യം പറയാനുള്ളതാണ് ഫുഡ്. ഞാൻ ലെസ്റ്ററിലായിരുന്നു UK താമസിച്ചിരുന്നത്. അപ്പോൾ ലെസ്റ്ററിന് പറയുമ്പോൾ വലിയൊരു ലാർജ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഞാൻ കാണാറുണ്ട് പുതിയ ഓരോ റെസ്റ്റോറൻറ്റ്സ് ആയിട്ട് അവിടെ ഓപ്പൺ ആവുന്നത്. ശരിക്കും ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ UK ആണ് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പ്രത്യേകിച്ച് ഞാൻ ലെസ്റ്ററും ഇത് മെൽബണും തമ്മിൽ മാത്രമാണ് കേട്ടോ കമ്പയർ ചെയ്യുന്നത്. വേറെ സ്ഥലങ്ങളിൽ എനിക്കറിയാം, ഞാൻ UK പല വാങ്ങി പോയപ്പോഴും ഇന്ത്യൻ ഫുഡ്സ് കിട്ടാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ലൈക്ക് ഓരോ റെസ്റ്റോറൻറ്റ്സിൽ പോയാലും ചിലപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിലും അവർ ചിലപ്പോൾ ഇംഗ്ലീഷ്കാർക്ക് ടേസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണെന്ന് നമുക്കാണെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു എന്താ പറയുക, എരിവും ഉണ്ടാവില്ല, ഉപ്പും ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു തരത്തിൽ. എനിവേ ആ ഒരു കാര്യത്തിൽ ഞാൻ ലെസ്റ്റർ ആണ് ഞാൻ ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പിന്നെ അതുപോലെ തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ഹൈലി ടേസ്റ്റി ആയിട്ടൊന്നും എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യാറില്ല. അപ്പോൾ അതൊരു ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് UK വെച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഫ്രണ്ട്സ്. UK നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടായിരുന്നു. ലൈക്ക് ഇപ്പോൾ എൻ്റെ അവിടെ തന്നെ ഒരുപാട് നഴ്സുമാർ മലയാളീസ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ ഫ്രണ്ട്സ് സർക്കിളിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓസ്ട്രേലിയ വലിയൊരു രാജ്യമാണ്. പിന്നെ അതുപോലെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് സിറ്റിയിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും മലയാളീസുകൾ സിറ്റി ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഒരുപാട് പ്രിഫർ ചെയ്യാത്ത വ്യക്തികളാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ലിവിങ് കോസ്റ്റും മറ്റ് എക്സ്പെൻസുകളും കൊണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ മാത്രം മലയാളിയായിട്ടുള്ളൂ. പിന്നെ എൻ്റെ അടുത്തുള്ള 1-2 ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ചിലപ്പോൾ ഒരു 10-20 മലയാളീസ് ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാനതേ മലയാളീസിനെ എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വന്നപ്പോഴാണെങ്കിലും ഒരുപാട് മലയാളി സുഹൃത്തുക്കളെ കിട്ടിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്തുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും 10-15 കിലോമീറ്റർ ദൂരത്തൊക്കെയാണ് താമസിക്കുന്നത്. നമുക്കിപ്പോൾ അങ്ങനെ ഇപ്പോഴും ഇപ്പോൾ സ്ഥിരമായിട്ട് ഇതിനെ പെട്ടെന്ന് ആരും കാണാനോ എല്ലാത്തിനും ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഞാൻ UK താമസിച്ചിരുന്നപ്പോൾ ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. ഇഷ്ടംപോലെ മലയാളി ഫ്രണ്ട്സ് ഇപ്പോൾ പുറത്ത് പോകാനാണെങ്കിലും ഫുഡ് കഴിക്കാൻ പോകാനാണെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇവിടെയൊക്കെ അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ 5 ദിവസം വർക്ക് ചെയ്യുന്നത് കാരണം നമുക്ക് എന്താ പറയുക, എല്ലാവരും എല്ലായ്പ്പോഴും അവൈലബിൾ ആയിരിക്കത്തില്ല. ഇപ്പോൾ എനിക്ക് ഓഫ് ആണെങ്കിൽ മറ്റൊരാൾക്ക് ജോലി ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളൊക്കെ ഈ പറഞ്ഞതുപോലെ ഗ്യാദർ ചെയ്യുന്നത് ഒരുപാട് പ്ലാനൊക്കെ ചെയ്ത് ചിലപ്പോൾ 1-2 മാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും. ഇപ്പം എൻ്റെ തന്നെ UK വർക്ക് ചെയ്തിരുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഈ പറഞ്ഞ പോലെ 70 കിലോമീറ്റർ, 100 കിലോമീറ്റർ, 150 കിലോമീറ്റർ അങ്ങനെയൊക്കെ ദൂരങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും മീറ്റ് ചെയ്യലോ കാര്യങ്ങളോ എളുപ്പമല്ല. അപ്പോൾ നമുക്കത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു ഫ്രണ്ട് സർക്കിൾ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക തപ്പിപ്പിടിച്ച് കണ്ടെത്തി ഒരു നല്ലൊരു ഫ്രണ്ട് സർക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഇപ്പം എൻ്റെ തന്നെ ഇപ്പം ഞാനിങ്ങനെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ തന്നെ ചില കാൻഡിഡേറ്റ്സുകളൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് കുറേ ഉള്ള ഏരിയയിലോട്ടൊക്കെ പോയിട്ടൊക്കെ അവർ പറയാറുണ്ട് ഇങ്ങനെ ഭയങ്കര ഡിപ്രസിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നു, തിരിച്ചു പോയാൽ കൊള്ളാമെന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ അവരെ കുറേ സൈക്കോളജിക്കൽ സപ്പോർട്ടൊക്കെ കൊടുത്താണ് അവരൊന്ന് ഓക്കെ ആക്കിയൊക്കെ എടുത്തത്. പക്ഷെ ഇപ്പം അവരൊക്കെ ഹാപ്പിയാണ്.
കാരണം നമുക്ക് ആ വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ടാക്കിൾ ചെയ്ത് ആ ഒരു സിറ്റുവേഷനോട് അഡോപ്റ്റ് ആയി വരുന്നത് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതെല്ലാവരും മനസ്സിൽ കണ്ടിട്ട് വേണം ഓസ്ട്രേലിയക്ക് വരാനായിട്ട്. ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവത്തില്ല എന്നല്ല, പക്ഷെ നമുക്ക് UK കിട്ടിയിരുന്നത് പോലെ ഒരു ഫ്രണ്ട് സർക്കിൾ കിട്ടത്തില്ല. കാരണം UK ചെറിയ രാജ്യമാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് അടുത്താണ് കിടക്കുന്നത്. ഓസ്ട്രേലിയ വലിയ രാജ്യമാണ്, എല്ലാവരും ഭയങ്കര സ്കാറ്റേർഡ് ആയിട്ടാണ് കിടക്കുന്നത്. അതിന്റെ ബുദ്ധിമുട്ടുകളാണ് അതിന്റെ പ്രശ്നം. അതാണ് എനിക്ക് ഒരു ഫ്രണ്ട്സ് എന്നുള്ളൊരു കാറ്റഗറിയെ കുറിച്ച്, ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇവിടെ സംസാരിക്കുമ്പോൾ പറയാനായിട്ടുള്ളത്. അടുത്ത ടോപ്പിക്ക് എനിക്ക് പറയാനുള്ളത് പെട്രോൾ ആൻഡ് ഡീസൽ, ലൈക്ക് ഗ്യാസ്, അതിൻ്റെ കേസാണ്. അപ്പോൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഓസ്ട്രേലിയയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഞാനൊരു കൂട്ടുകാരനായിട്ട് ചെക്ക് ചെയ്തു. അപ്പോൾ അവൻ പറഞ്ഞത് ഇപ്പോൾ UK ഇപ്പോൾ ഇന്നലത്തെ ഒക്കെ റേറ്റ് വെച്ച് ഏകദേശം അവൻ പറഞ്ഞത് 133 pence ഒക്കെയാണ് അവിടെ ഒരു ലിറ്ററിന് പ്രൈസ് വരുന്നത്. ഇവിടെ അത് 150 cent ഒക്കെ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് കമ്പയർ ചെയ്ത് നോക്കാം ഏകദേശം എത്ര ഡിഫറൻസ് വരുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്കതൊരു വലിയൊരു ബെനിഫിറ്റ് ആണ്. കാരണം ഇപ്പം എനിക്ക് തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഡെയിലി 27 kilometers വൺ സൈഡ് ഡ്രൈവ് ചെയ്തിട്ട് വേണം ഡ്യൂട്ടിക്ക് പോകാനായിട്ട്. അപ്പോൾ എന്താ പറയുക, പെട്രോൾ പ്രൈസ് നമുക്ക് കുറച്ച് കുറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും സന്തോഷം. ഈവൻ ഇന്ത്യയുടെ അത്രയും പോലും പ്രൈസ് ഇവിടെ ഓസ്ട്രേലിയയിൽ വരുന്നില്ല. അപ്പോൾ നമ്മുടെ സാലറി വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളത് ഹാപ്പിയാണ് ആ ഒരു റേറ്റ് കൊടുക്കുവാനായിട്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ അടുത്ത ഒരു കോസ്കോ ഉണ്ട്, ജസ്റ്റ് ഒരു 5 kilometers ഡിസ്റ്റൻസിൽ. അപ്പോൾ അവിടെയാണ് ഞാൻ പെട്രോൾ പോയിട്ട് അടിക്കാറ്. നമുക്കവിടെ മെമ്പർഷിപ്പ് വേണം അവിടുന്ന് പെട്രോൾ അടിക്കാൻ. അപ്പോൾ അവിടെ ഇപ്പോൾ പുറത്ത് $150 ഒക്കെ ആണെങ്കിൽ കോസ്കോയിൽ ഒരു 150 cent ആണെങ്കിൽ കോസ്കോയിൽ ഒരു 145 cents നമുക്ക് പെട്രോൾ അടിക്കാൻ കിട്ടും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നാണ് അടിക്കാറ്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇന്ത്യ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ റേറ്റ് ഭയങ്കര കുറവാണ് പ്രൈസ്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇപ്പോൾ നമുക്കൊരു ഫോറിൻ കാറിന് വാങ്ങിയാൽ ടാക്സ് ഭയങ്കരമായിട്ട് അടയ്ക്കണമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു എന്താ പറയുക, നമ്മുടെ ഒരു സാലറി വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ഏത് വണ്ടി വേണമെങ്കിലും ചൂസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവും. അതങ്ങനെ. പിന്നെ ലാസ്റ്റ് ഇനി പറയാനുള്ളത് ഗ്രോസറീസ് ആണ്. ഇന്ത്യൻ ഗ്രോസറീസും മറ്റു ഗ്രോസറി. ഞാൻ മെൽബണിലാണ് താമസിക്കുന്നത്. അവിടെ ആയിരുന്നപ്പോൾ ലെസ്റ്ററിലായിരുന്നു. ഇപ്പോൾ ലെസ്റ്ററിലാണെങ്കിലും ഇഷ്ടം പോലെ ഇന്ത്യൻ ഗ്രോസറി സ്റ്റോഴ്സ് ഉണ്ട്. ഫാൽക്കൺ, പിന്നെ വേറെ പേരുകൾ മറന്നുപോയി. ഇവിടെ ആണെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഗ്രോസറി സ്റ്റോഴ്സ് അവൈലബിൾ. ആ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ ഇവിടെ ഓസ്ട്രേലിയയിൽ. അതിങ്ങനെ മെൽബൺ സിറ്റി ആയതുകൊണ്ടാണ് മെയിനായിട്ട് നമുക്ക് ഇഷ്ടംപോലെ ഗ്രോസറി സ്റ്റോഴ്സ് ഉണ്ട്. ലൈക്ക് ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ സ്പൈ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് കരോളിൻ സ്പ്രിങ്സിൽ ഒരു ഗ്രോസറി ഷോപ്പ് ഉണ്ട്. നമ്മൾ അവിടെ നിന്നാണ് ഗ്രോസറീസ് എല്ലാം വാങ്ങുന്നത്, മലയാളി ഐറ്റംസ്, നമ്മുടെ ഇന്ത്യൻ ഐറ്റംസ്. പിന്നെ അല്ലാതെ ഇവിടുത്തെ ഐറ്റംസിന് നമ്മൾ കോൾസ്, പിന്നെ വൂൾവർത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്രോസറി സ്റ്റോഴ്സ് ഉണ്ട്. നമ്മുടെ UK മോറിസൺ, ടെസ്കോ എന്നൊക്കെ പറയുന്നത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് വാങ്ങുന്നത്. പിന്നെ ഗ്രോസറീസ് ആണെങ്കിലും കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതെനിക്ക് തോന്നുന്നു UK എക്സ്പെൻസീവ് തന്നെയാണ്. സംഭവം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഗ്രോസറി ഒക്കെ വാങ്ങാനായിട്ട് ഒരു കോൾസിലോ ഇവിടെ വൂൾവർത്തിലൊക്കെ പോയാൽ അങ്ങനെ പോയാൽ ഒരു $100 ഒക്കെ മിനിമം ചാർജ് വരും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനി നിങ്ങൾക്ക് തന്നെ കമ്പയർ ചെയ്യാം. നിങ്ങൾക്ക് ലൈക്ക് UK തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ താല്പര്യം, ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യണോ, ലൈക്ക് ഇപ്പോൾ ഫ്രണ്ട്സ്, പിന്നെ ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ താല്പര്യം കൊടുക്കുന്നവർക്ക് UK ആയിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ക്ലൈമറ്റ്, സാലറി എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഓസ്ട്രേലിയ ആയിരിക്കും ബെറ്റർ. പിന്നെ ഈവൺ എഡ്യൂക്കേഷൻ ആണെങ്കിലും രണ്ട് സ്ഥലത്താണെങ്കിലും നല്ല ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ലൈക്ക് ഇവിടെയാണെങ്കിലും നല്ല അടിപൊളി യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, UK നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിലൊന്നും ഒരു പ്രശ്നം വരുന്നില്ല. മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ക്ലൈമറ്റ് ആൻഡ് സാലറി ആണ് ഒരു എക്സ് ഫാക്ടറായിട്ട് എല്ലാവരും ചൂസ് ചെയ്യുന്നത് ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാനായിട്ട്. ബാക്കി എല്ലാ കാര്യങ്ങൾ കൊണ്ടും UK ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ഏകദേശം ഓക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഒരു ബ്ലൂ ലൈറ്റ് കാർഡിനെ കുറിച്ചൊന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് UK ഉണ്ട്, ആ ബ്ലൂ ലൈറ്റ് കാർഡ് ഓസ്ട്രേലിയയിലുണ്ട്. അത് നമ്മുടെ ഈ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ലൈക്ക് ഇപ്പോൾ ഈ നഴ്സുമാർ, പിന്നെ ഈ പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, അങ്ങനത്തെ ഫ്രണ്ട് ലൈനിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള വ്യക്തികൾക്കും. അപ്പോൾ നിങ്ങൾ UK ആരെങ്കിലും ബ്ലൂ ലൈറ്റ് കാർഡ് എടുക്കാത്തവരുണ്ടെങ്കിൽ അതും കൂടി അപ്ലൈ ചെയ്യാം. ബ്ലൂ ലൈറ്റ് കാർഡിന് നമുക്ക് വലിയ എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. ഇയർലി ഒരു ചെറിയൊരു ഫീസ് അവർ ഈടാക്കുന്നുള്ളൂ. പക്ഷേ ആ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം എന്നല്ല, അത്യാവശ്യം സ്റ്റോറുകളിലൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഓഫേഴ്സ് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഓൺലൈനായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓൺലൈനിലും കുറേ ഓഫേഴ്സ് അവൈലബിൾ ആയിരിക്കും. നല്ലൊരു പൈസ നിങ്ങൾക്ക് ഇയർലി അതിൽ നിന്ന് തന്നെ ലാഭിക്കാം. പിന്നെ ഇപ്പോൾ ഇൻസ്റ്റോറായിട്ട് പോകുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ചോദിക്കാം, ഞാനൊക്കെ എങ്ങനെ ചെയ്യാറ്, ഓരോ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവരോട് ചോദിക്കും ബ്ലൂ ലൈറ്റ് കാർഡിന് ഇവിടെ ഡിസ്കൗണ്ട് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയും. അപ്പോൾ അങ്ങനെയും അപ്പോൾ കാർഡ് പരമാവധി യൂസ് ചെയ്യുന്നതൊക്കെ ഞാൻ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ മുന്നിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഒന്ന് ചെക്ക് ചെയ്താൽ കാണാൻ തന്നെ ഞാൻ പറ്റാവുന്ന ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം.
അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിൽ എനിക്ക് പറയാനുള്ളത്. കൂടുതൽ ഇൻഫർമേഷൻസും കൂടുതൽ ഡീറ്റെയിൽസുകളും കൂടുതൽ കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരും. നിങ്ങൾക്ക് അറിയാനുള്ള എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച്, ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചോ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുക. ഞാൻ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി രേഖപ്പെടുത്താം. അതൊക്കെ എനിക്കൊരു ഇനിയിപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാനും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചേഞ്ചസ് വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഓരോ വീഡിയോസ് ഇടുമ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കോ ഫാമിലിയിലേക്കോ ആർക്കാണോ ഇങ്ങനത്തെയുള്ള ഡീറ്റെയിൽസുകൾ ആവശ്യമായിട്ടുള്ളത് അവരുമായിട്ട് ഷെയർ ചെയ്യുക. മറ്റു പുതിയ വീഡിയോസുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. Once again, don't forget to subscribe my channel. Thank you.